ഏവർക്കും നമസ്കാരം. ഭജഗോവിന്ദം ശ്ലോകം 15. അംഗങ്കളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃഥോ യാതിഗ്രഹീത്വാദണ്ഡം തദഭിനമുഞ്ചത്യാശാപിണ്ഡം. ആചാര്യ ഹസ്താമലകന്റേതാണ് ഈ ശ്ലോകം. കാലം കരുണാരഹിതമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? കാലത്തിലൂടെ കടന്നുപോകുന്ന എന്തിനേയും കാലം ഇരയാക്കും. കാലത്തിന്റെ അടയാളങ്ങൾ അതിൽ ഏൽപ്പിക്കും. ഈ വസ്തുത അറിയാത്തവരെല്ലാം മനുഷ്യർ. അനുനിമിഷം നാം പരിണാമ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലെ പഴയ കോശങ്ങൾ നശിക്കുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു, അവയും നശിക്കുന്നു. ഗർഭസ്ഥമായ കാലം തൊട്ടേ ഈ പരിണാമങ്ങൾ വ്യക്തിയിൽ നടക്കുന്നുണ്ട്. ശിശുവിൽ നിന്ന് ബാലനിലേക്കുള്ള മാറ്റം നോക്കൂ. ബാല്യം കൗമാരത്തിനും, കൗമാരം യൗവനത്തിനും, യൗവനം വാർദ്ധക്യത്തിനും വഴിമാറുന്നു. നമ്മുടെ ആരോഗ്യാവസ്ഥയിലും പ്രകടമായ മാറ്റങ്ങൾ കാണാം. 30 വയസ്സിന് മുമ്പുള്ള നമ്മളല്ല 40 വയസ്സിന് ശേഷമുള്ള നമ്മൾ. വിവിധതരം രോഗങ്ങൾക്ക് ഇരിപ്പിടമായി മാറുന്നു. പേശീബലം, കാഴ്ചശക്തി, ശ്രവണശക്തി എന്നിവയിലെല്ലാം കുറവ് അനുഭവപ്പെടുന്നു. അംഗം ഗളിതം, ശരീരത്തിന് തളർച്ചയുണ്ടാകുന്നു, തലമുടി നരയ്ക്കുന്നു. പതിറ്റാണ്ടുകളായി ഭക്ഷണം കഴിക്കാൻ നമുക്ക് സഹായകമായ പല്ലുകൾ കൊഴിയുന്നു. വാർദ്ധക്യത്തിലെത്തുമ്പോൾ നാം എത്ര കരുതലോടെ പരിപാലിച്ച ശരീരമാണ് എങ്കിൽ പോലും നമ്മോട് ഉപേക്ഷ പുലർത്തുന്നു. സ്വന്തം കാലുകൾക്ക് ആ ശരീരത്തെ താങ്ങാനുള്ള കരുത്ത് കുറയുന്നു. ഇനിയിപ്പോൾ സഹായത്തിന് ഒരു ഊന്നുവടി വേണം. വൃദ്ധോ യാതിഗ്രഹീത്വാദണ്ഡം. ഊന്നുവടിയുടെ സഹായത്തോടെയായി നടത്തം. യൗവനത്തിൽ ഏതൊക്കെ പരാക്രമങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയാണിത്? ഇന്നിപ്പോൾ അയാൾക്ക് ഉപകരിക്കാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ശരീരം. എന്നാൽ വിരോധാഭാസം ഇതല്ല. തദഭിനമുഞ്ചത്യാശാപിണ്ഡം. അപ്പോൾ പോലും ആശകളുടെ, ആഗ്രഹങ്ങളുടെ ഭാണ്ഡത്തെ തോളിൽ നിന്ന് ഇറക്കി വയ്ക്കുകയില്ല മനുഷ്യർ. ഒരു നൂറ്റാണ്ടിന്റെ ആയുസ് ഇനിയും അവശേഷിക്കുന്നു എന്ന പോലെ കണക്കുകൂട്ടലുകളിൽ, പ്രതീക്ഷകളിൽ അഭിരമിക്കുകയാണ്. വന്നു ഓണം കഴിഞ്ഞു, വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും, കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം, അശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടാകും വൃശ്ചിക മാസത്തിൽ. ഇങ്ങനെ ആഗ്രഹങ്ങളുടെ, ആശകളുടെ പാശത്തിൽ കൈവിടാതെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന മനുഷ്യനെ പൂന്താനം അവതരിപ്പിക്കുന്നുണ്ട്. രോഗം, വാർദ്ധക്യം, മരണം തുടങ്ങിയ അനിവാര്യതകളെ കണ്ടറിഞ്ഞതിനാൽ ആണ് സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടിറങ്ങിയതും ബോധോദയത്താൽ ബുദ്ധനായതും. നമുക്കാകട്ടെ വാർദ്ധക്യത്തിലേക്കുള്ള ഓരോ പടി കയറുമ്പോഴും ജീവിതപ്രേമം, ആസക്തികൾ വർദ്ധിക്കുന്നു. വിരക്തിയാണ് ശീലിക്കേണ്ടത് എന്ന് പരോക്ഷമായി ആചാര്യ ഹസ്താമലകൻ നമ്മോട് പറയുന്നു. അതിനു വേണ്ടതാകട്ടെ ഭജഗോവിന്ദം, ഭജഗോവിന്ദം.